ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച മനോഹരമായ കോട്ടയം നഗരം സാംസ്കാരികമായ ഉന്നതി കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നു. കോട്ടയം KK റോഡിൽ കൂടി നടക്കുമ്പോൾ മലയാള മനോരമയും നാഷണൽ ബുക്ക് സ്റ്റാളും പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ നഗരത്തിൻ്റെ സാംസ്കാരിക പൈതൃകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. KK റോഡിലെ ലാം കഫേയിലിരുന്ന് ഉഴുന്നുവടയുടെ ഷേപ്പുള്ള ഉള്ളിവട കഴിച്ചപ്പോൾ മറ്റു നഗരങ്ങളെക്കാൾ മികച്ച രുചികളും മുന്നോട്ട് വെക്കുവാൻ കോട്ടയത്തിന് സാധിക്കുന്നുണ്ട് എന്ന് അറിയുവാൻ കഴിഞ്ഞു. 136 വർഷം പഴക്കമുള്ള മലയാള മനോരമ 20 ലക്ഷത്തോളം കോപ്പികൾ ചെലവഴിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ന്യൂസ് പേപ്പറായി ഇപ്പോൾ മലയാള മനോരമ മാറിക്കഴിഞ്ഞു. അടുത്ത കാലത്തായി ടെലിവിഷൻ ചാനലുകൾ കൂടിയും മലയാള മനോരമയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം വന്നിട്ടുണ്ട്. അതുപോലെ ലോകത്തിലാദ്യമായി എഴുത്തുകാരുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുകയും അവർക്ക് ഉയർന്ന പ്രതിഫലം കൊടുക്കുകയും ചെയ്ത സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കോട്ടയത്ത് KK റോഡിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 90 വർഷം മുമ്പുണ്ടാക്കിയ ഈ സംഘടന 8400ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലെ എഴുത്തുകാരിൽ 80% സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അഥവാ നാഷണൽ ബുക്ക് സ്റ്റാൾ അംഗങ്ങളാണ്. സാഹിത്യത്തിനും സാക്ഷരതയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നഗരമായതുകൊണ്ട് കോട്ടയത്തെ അക്ഷരനഗരി എന്ന് വിളിക്കുന്നു. ഒരു വലിയ റെയിൽവേ സ്റ്റേഷനും ബോട്ട് ജെട്ടിയും KSRTC ബസ് സ്റ്റേഷനും ഇവിടെയുണ്ട്. എങ്കിലും സ്വകാര്യ ബസ്സുകളുടെ പ്രാധാന്യം കുറവായതുകൊണ്ട് ഇവിടെ യാത്രാ സൗകര്യം കുറവാണെന്ന് പറയേണ്ടി വരും. നല്ല സൗകര്യങ്ങളുള്ള ഒരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കോളേജ് ആയ CMS കോളേജ് സ്ഥാപിക്കപ്പെട്ടത് കോട്ടയം നഗരത്തിലാണ്. മലയാള മനോരമയ്ക്ക് പുറമെ ദീപിക, മംഗളം തുടങ്ങിയ പത്രങ്ങളും ഇവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചത്. അടുത്ത കാലത്തായി DC ബുക്സ് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളും ജനപ്രീതി നേടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനവും കോട്ടയത്ത് തന്നെയാണ്. അറിയപ്പെടുന്ന അനേകം വ്യക്തികൾ കോട്ടയം സ്വദേശികളാണ്. നോവലിസ്റ്റും ആക്ടിവിസ്റ്റും പരിസ്ഥിതിവാദിയുമായ അരുന്ധതി റോയ് കോട്ടയം സ്വദേശിയാണ്. 27 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകം അന്താരാഷ്ട്ര പ്രശസ്തി നേടുകയും ബുക്കർ പ്രൈസ് നേടുകയും ചെയ്തു. അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തക കൂടിയാണ് അരുന്ധതി റോയ്. ഇപ്പോൾ കോട്ടയത്ത് 5 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നുണ്ട്. എങ്കിലും അതിനേക്കാൾ കൂടുതൽ ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിന് കാരണം കോട്ടയത്തിന് അടുത്തുള്ള ഗ്രാമങ്ങളും പട്ടണങ്ങളും കൂടി ഈ നഗരത്തെ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. കോട്ടയം മെട്രോപൊളിറ്റൻ ഏരിയയിൽ ഏകദേശം 8 ലക്ഷം ആളുകൾ താമസിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിൻ്റെ ശരാശരി ജനസാന്ദ്രത 860 ആണെങ്കിലും കോട്ടയത്തെ ജനസാന്ദ്രത 3600 ആണ്. ഇത്തരത്തിൽ കേരളത്തിൻ്റെ ജനസാന്ദ്രതയുടെ 5 ഇരട്ടി ജനസാന്ദ്രത ഉള്ളതുകൊണ്ടാണ് കോട്ടയം നഗരത്തിൽ ഇത്ര വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത്. വേമ്പനാട്ട് ബാക്ക് വാട്ടേഴ്സിൻ്റെ ബേസിനിലാണ് കോട്ടയം നഗരം സ്ഥിതി ചെയ്യുന്നത്. മീനച്ചിൽ നദിയുടെ പോഷക നദികൾ കോട്ടയത്തിനടുത്തുകൂടെ ഒഴുകി കുമരകത്ത് വെച്ച് വേമ്പനാട്ട് കായലുമായി ലയിച്ചു ചേരുന്നു. കോട്ടയത്ത് ജനങ്ങളിൽ 50% ഹിന്ദുക്കളാണ്. 45% ക്രിസ്ത്യാനികളും ഇവിടെയുണ്ട്. 5% മുസ്ലിങ്ങളും ഇവിടെ താമസിക്കുന്നു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനും ഇവിടെ തന്നെയുണ്ട്. 19ാം നൂറ്റാണ്ടിൽ ബെഞ്ചമിൻ ബേലി എന്ന ബ്രിട്ടീഷ് മിഷണറി CMS പ്രസ് സ്ഥാപിച്ചതിനു ശേഷം പ്രിന്റിംഗ് മേഖലയിലും പബ്ലിക്കേഷൻ മേഖലയിലും വമ്പിച്ച പുരോഗതി ഈ നഗരത്തിന് ഉണ്ടായിട്ടുണ്ട്. മാതൃഭൂമിയും ദേശാഭിമാനിയും ദീപികയും മാധ്യമവും ഇവിടെ ബ്രാഞ്ച് ഓഫീസുകൾ തുടങ്ങിയിട്ടുണ്ട്. 30ഓളം പീരിയോഡിക്കൽസും കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്നു. കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിൽ 70% ഇപ്പോഴും കോട്ടയത്ത് നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇത്തരത്തിൽ പുസ്തക പ്രസാധന രംഗത്തും പത്രപ്രവർത്തന രംഗത്തും കോട്ടയത്തിന് ഒരു മേധാവിത്വമുണ്ട്. രാഷ്ട്രീയപരമായും മുതലാളിത്തത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കോട്ടയത്തുള്ള ആളുകൾ. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് ഇവിടെ കൂടുതൽ ജനപ്രീതി. എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും ഇവിടെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കോട്ടയത്തെ MLA. ക്രൈസ്തവ സഭകളുടെ സ്വാധീനം മൂലം വലതുപക്ഷ രീതിയിലുള്ള സാമൂഹ്യക്രമത്തിലും ജീവിതശൈലിയിലുമാണ് കോട്ടയത്തുകാർക്ക് താല്പര്യം. അതുകൊണ്ട് അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കുവാനുള്ള ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയേക്കാൾ മുതലാളിത്തം കൂടുതൽ വിജയപ്രദമായി നടപ്പാക്കിയ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ കോട്ടയത്തുകാർ ധാരാളമായി ചേക്കേറുകയും അത്തരത്തിലുള്ള ഒരു മുതലാളിത്ത സംസ്കാരം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് കേരളത്തെ വലതുപക്ഷത്തേക്ക് ആകർഷിക്കുവാനുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ജില്ലയായി കോട്ടയം അറിയപ്പെടുന്നു.